എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞു ക്രാഫ്റ്റാണ് കേട്ടോ. ഇതുപോലെയുള്ള ഒഴിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കാണില്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ ഓരോരോ ഷേപ്പിലൊക്കെ ഓരോ ബോട്ടിൽസ് കിട്ടില്ലേ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഐഡിയ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയ സമയമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വെറുതെ ഇരിക്കലാവുക. അപ്പോൾ സമയം കിട്ടുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വലിയ സൂപ്പറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ തോന്നിയ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സമയമുള്ളവരും താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് എന്താണെന്ന് പെട്ടെന്നൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്ന് സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ നല്ല പശ ഉണ്ടായിരുന്നു, അപ്പോൾ ഫുള്ളായിട്ടൊന്നും കളയാൻ തന്നെ എനിക്ക് പറ്റിയില്ല. എന്നാലും ഞാൻ ഒരുവിധമൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ഒരു ബോട്ടിലിനെ രണ്ടായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊരു കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ലെവൽ മാറിപ്പോവാണ്ടൊക്കെ നോക്കണേ. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയോടോ അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് ചെയ്താൽ മതി, ഒറ്റയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ, കൈയൊന്നും മുറിക്കണ്ട. ഇനി നമുക്ക് വേണ്ടത് ക്ലേ ആണ്, എയർ ഡ്രൈ ക്ലേ കേട്ടോ. ക്ലേ വെച്ച് ചെയ്യുമ്പോൾ കയ്യിൽ ഇത്തിരി പൗഡർ ആക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ടാൽക്കം പൗഡർ ആക്കി കഴിഞ്ഞാൽ അധികം അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. പാത്രത്തിലും ജസ്റ്റ് ഒന്ന് ആക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ക്ലേ രണ്ട് കവറിലല്ലേ ഉണ്ടാവുക, അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേ രീതിയിൽ തന്നെ. എന്നിട്ടൊരു ചെറിയ വൈറ്റ് കളർ വരും അതുവരെ കേട്ടോ. നന്നായി കുഴച്ച ശേഷം ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നിങ്ങനെ ജസ്റ്റ് റോൾ ചെയ്തെടുക്കുന്നുണ്ട്, കനം കുറഞ്ഞിട്ട് നീളത്തിൽ, കണ്ടില്ലേ. എന്നിട്ട് ഇനി ഞാൻ ചെയ്യുന്ന പോലെ ഈ ഒരു ബോട്ടിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ക്ലേ നമ്മൾ ഒട്ടിക്കണമെങ്കിൽ ആദ്യം ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. പിന്നെ ക്ലേ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വേഗം വേഗം ചെയ്യാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ ക്ലേ കട്ടയാവും. അതുപോലെ ബാക്കിയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലാക്കിയ ശേഷം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊട്ടും കേടാവാണ്ടിരുന്നോളും. പിന്നെ മിക്സ് ചെയ്ത ക്ലേ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വേഗം തന്നെ വർക്ക് ചെയ്ത് തീർക്കുകയേ ഉള്ളൂ വഴി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷൻസൊക്കെ കണ്ണ്, മൂക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വെക്കാൻ വേണ്ടി പോണത്. അപ്പോൾ കണ്ണിൻ്റെയൊക്കെ ഏകദേശം ഷേപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു റൗണ്ട് പോലെ ആക്കിയിട്ടൊന്ന് ജസ്റ്റ് രണ്ട് സൈഡൊന്ന് അമർത്തി കൊടുത്താൽ മതിയല്ലോ, ഒരു കണ്ണിൻ്റെ ഷേപ്പ് കിട്ടുമല്ലോ. പിന്നെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നീളത്തിലൊരു പീസ് എടുത്തിട്ട് മൂക്കിൻ്റെ സ്ഥാനത്ത് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് എന്താ വേണ്ട, ചുണ്ടിൻ്റെ ഭാഗം, അങ്ങനെ ഓരോന്ന് ഓർത്തോർത്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ആണിൻ്റെ ഫേസും ഒരു പെണ്ണിൻ്റെ ഫേസുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എത്രത്തോളം അങ്ങോട്ട് ശരിയാവുന്നൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ പിരികത്തിൻ്റെ സ്ഥാനത്ത് വെച്ച് കൊടുത്തു. പിന്നെ ഒരു മീശ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി അതിൻ്റെ താഴെ കുറച്ചൊരു ചുണ്ട് പോലെയും കൂടെ വെച്ച് കൊടുക്കാം, ഒരു കനം കുറഞ്ഞൊരു പീസ് എടുത്തിട്ട്. അപ്പോൾ തലേൻ്റെ ഭാഗത്തൊരു തൊപ്പി പോലെയാണ്, ഒരു കിരീടമൊക്കെ ഇരിക്കുന്ന ഒരു രീതിയിൽ ഏകദേശം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ കറക്റ്റായിട്ടൊന്നും ആവില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലേ വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ പെന്നിൻ്റെ ആ ഒരു ട്യൂബ് വെച്ചിട്ടാണ് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പിന് ആ ഒരു പെന്നിൻ്റെ ട്യൂബിൻ്റെ ബാക്ക് വെച്ച് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഞാൻ കൊടുത്തു. അപ്പോൾ ഇനിയും മറ്റേതിനും കൂടെ ഇതുപോലെയൊക്കെ ഒന്ന് ഒരു ലേഡീൻ്റെ ഒരു മോഡലിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെയാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി മറ്റേതിന് ചെയ്ത പോലെ കണ്ണ്, മൂക്കൊക്കെ ഇതിനും വേണം. ആദ്യം ഈ ഒരു തലയിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്ത ശേഷം അതും കൂടെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മൂക്കുത്തിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ റിങ് പോലത്തെ മൂക്കുത്തി കണ്ടിട്ടില്ലേ, അതുപോലത്തെ മോഡൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ പുരികം, അതും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചുണ്ട് ഞാൻ ഏകദേശമൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ കറക്റ്റൊരു ഷേപ്പൊന്നും എനിക്ക് കിട്ടുന്നില്ല, എന്നാലും
എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ ആ ഒരു തലേൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശമൊക്കെ ഒരു ഫേസൊക്കെ ആയിട്ടുണ്ട്. ഇനി ചെവി പോലെ രണ്ടാൾക്കും സൈഡിൽ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലേഡിയുടെ ഞാനിങ്ങനെ പതിഞ്ഞ രീതിയിലും മറ്റേ ആളുടെ നമുക്ക് കുറച്ച് ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ അങ്ങനെ മതി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ പോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു പൊട്ടൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നേരത്തെ പറഞ്ഞില്ലേ റൗണ്ട് നമ്മൾ ട്യൂബ് വെച്ചിട്ട് അതും കൂടെ ഇവിടെയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തിട്ടായാലും നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ, അത് മറക്കല്ലേ. ഇനി ഇത് ഉണങ്ങിയിട്ട് പെയിൻറ്റ് ചെയ്യണം. ഇതാ ഇപ്പോൾ ഇത് രണ്ടും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് മെയിനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെയൊക്കെ ചെയ്യാം. ഞാൻ എന്തായാലും ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ മെയിനായിട്ട് ബ്ലാക്ക് കളറ് നമുക്ക് മറ്റേ ഭാഗത്തേക്കൊന്നും ആവാണ്ട് മാക്സിമം നോക്കാം. എന്നിട്ട് ഇത് ഉണങ്ങിയിട്ട് ബാക്കി കളർ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ബ്ലാക്കും കൂടെ ആകെ മിക്സ് ആയല്ലോ. ബ്ലാക്ക് ഒരുമാതിരി ഉണങ്ങിയ ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഗോൾഡൻ കളർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഗോൾഡൻ കളറ് പിന്നെ റെഡ് അതുപോലെ ക്രീം കളർ ഇത്രയാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് ആ ഒരു കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ക്രീം കളർ കൊടുക്കാം അല്ലേ, മൂക്കിൻ്റെ ഭാഗത്ത് ചെവിയുടെ ഭാഗത്തൊക്കെ. ഇനി ഞാൻ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ റെഡ് കൊടുത്തു. പിന്നെ ആ ഒരു ഓർണമെൻറ്റ്സിലൊക്കെ ചെറുതായിട്ടൊരു റെഡ് ഷെയ്ഡ് വരാനൊരു ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു നെറ്റിയിലുള്ള ആ ഒരു ഓർണമെൻറ്റിനൊക്കെ ഞാനിങ്ങനെ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗോൾഡൻ മുത്തൊക്കെ പോലെ തോന്നിക്കാൻ വേണ്ടി. ഇനി എന്താ കണ്ണിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡും കൂടി കൊടുത്തു. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടല്ലേ, ഇനി നിർത്താമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി വോൾ ഡെക്കർ ആയിട്ടുണ്ട്, ഒരു വെറൈറ്റി ഒക്കെ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ അടുത്തടുത്തായിട്ട് ഹാങ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ആണി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഇടാം. അതല്ലെങ്കിൽ ഹുക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഹാങ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലേ ഒക്കെ വാങ്ങിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള ക്രാഫ്റ്റിനെ ചെയ്യാതെ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡിൽ ഞാൻ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കണേ. അതുപോലെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്